മലയാളത്തിലെ ജോലി പഠിച്ചിട്ടില്ല. ആ നമുക്കൊന്ന് പറയണ്ടേ, മനസ്സിലാവുന്നില്ലെന്ന് ആരുടെ അടുത്തെങ്കിലും. നമ്മൾ നമ്മൾ ഓൾറെഡി ഇന്നലെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഇന്നലെ ഇൻഫോം ചെയ്തു. ഈ ഗ്രൂപ്പിൽ ആഡിയാവോ? ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോളൂ. ഞാൻ ഇപ്പൊ ഒരു നമ്പർ ഇട്ടേരട്ടെ. ആ നമ്പർ പറഞ്ഞോ. 95 ഓക്കെ 26 ഓക്കെ 58 20 22 2022. ഓക്കെ, പേരെന്താ? ശ്രുതി. ശ്രുതി. ഓക്കെ. അതെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഗ്രൂപ്പിൽ കയറാത്തത്? അതായത് നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? വേറെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടോ? നമ്മൾ കേരള ഗ്രൂപ്പ് അല്ലാതെ ഗ്രൂപ്പ് ഉണ്ടോ? അല്ല, നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായാൽ മതി. 2 ഗ്രൂപ്പിലും കൂടി ആവണ്ട, ഏതെങ്കിലും ഒരു സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഉണ്ടായാൽ മതി. പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. നമ്മളിപ്പോ ജോയിൻ ചെയ്തില്ലേ, അതുവഴിയാണോ? എന്താ? നമ്മളിപ്പോ ക്ലാസ് കേരള ഗ്രൂപ്പ് ആണോന്നാ ചോദിച്ചത്. അതല്ല, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞാനില്ല, എന്റെ നമ്പരും കൂടി. അവിടെ വാട്സപ്പിന്റെ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ക്ലാസ് ഇല്ല, അതിൽ നമ്പർ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയായിരുന്നു, ഒരു നമ്പറും കിട്ടുന്നില്ല അതിനകത്ത്. എങ്ങനെ നമ്പർ പറഞ്ഞുതരോ? നോട്ട് ചെയ്തോ? ഒരു സെക്കൻഡ്. പറ. +971 54 20 27 108. ഒന്നുകൂടെ പറയാവോടാ? +971 54 20 27 108. ഇത് 11 നമ്പർ ഉണ്ടല്ലോ. അത് ഗൾഫ് നമ്പറാ. അതാ. എടാ, അത് അങ്ങനെ കിട്ടത്തില്ലടാ എനിക്ക് അങ്ങനെ വാട്സപ്പില്. ഇല്ല, കുഴപ്പമില്ല, അത് നമ്മൾ കോഡ് അടിച്ചാ മതി. ഞാൻ കോഡ് അടക്കാ പറഞ്ഞെന്നാ. പ്ലസ് അടിച്ച് കോഡ് അടിച്ചാ മതി. ഇത് വാട്സപ്പ് അടിച്ചിട്ട് ഹായ് വിട്ടാ മതി. അങ്ങനെ അതില് നമ്പർ ഇല്ല, അതില് ഹായ് വിട്ടാ മതി, എനിക്ക് കിട്ടും. ഇല്ല, ഞാൻ ഒരു പ്രാവശ്യം നോക്കിയായിരുന്നു നമ്പർ, പക്ഷെ എനിക്ക് അടിച്ചിട്ട് വന്നില്ലായിരുന്നു വാട്സപ്പിനകത്ത്. എങ്കിൽ ഞാൻ മൊബൈൽ നമ്പർ പറയാം, അതിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ മതി. മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. നമ്പർ പറ. ഓക്കെ, മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഒരു സെക്കൻഡ്. ഞാൻ പറയുന്നില്ലേ? ഹലോ. ഓക്കെ. Good afternoon, ma'am. Yeah, good afternoon. Good afternoon, ma'am. Good afternoon. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. ഓക്കെ, ശ്രുതി. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ശ്രുതി അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? ശ്രുതി. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ, ആരും അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. അപ്പോ ശ്രുതി എവിടെ? ശ്രുതി ഇല്ല. ആരെങ്കിലും ഒരാള് ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിലെ സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ടൈപ്സ് ഓഫ് സിവറേജ് വേസ്റ്റ്. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ, മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, ലബോറട്ടറി ടെസ്റ്റ്. അതായത് മെഡിക്കൽ പ്രൊസീജിയേഴ്സിൽ സർജറീസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ ഡയാലിസിസിന്റെ സമയത്ത്, അങ്ങനെയുള്ള സമയത്തൊക്കെ ബ്ലഡും ബ്ലഡ് ഫ്ലൂയിഡ്സും ലീക്കേജ് ആയിട്ട് നമുക്കൊരു സ്പില്ലേജ് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ലബോറട്ടറി ടെസ്റ്റ്. ലബോറട്ടറി ടെസ്റ്റിൽ നമ്മൾ എടുക്കുന്ന ബ്ലഡ് സാമ്പിൾസ്, അതുപോലെ യൂറിൻ സാമ്പിൾസ്, അങ്ങനെ എടുക്കുന്ന ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വേസ്റ്റേജ് ആയിട്ട് മാറും.
ഓക്കെ. നെക്സ്റ്റ് വൺ പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിന് കൊടുക്കുന്ന സമയത്ത് അതായത് ബെഡ് ചേഞ്ച് ചെയ്യുക, ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ക്ലിയറിംഗ് ബെഡ് പാൻസ് ക്ലിയർ ചെയ്യുക, അതുപോലെ പേഴ്സണൽ ക്ലീൻലിനെസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സിനൊക്കെ ഡിസ്ചാർജ് ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും ഒരു വേസ്റ്റേജ് ആയിട്ട് സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, വേറെ ആരാ അൺമ്യൂട്ട് ചെയ്തേക്കുന്നത്? പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, കാരുണ്യ കണ്ടിന്യൂ. നെക്സ്റ്റ് വൺ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ വേസ്റ്റുകൾ, ഷാർപ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിങ്സ്, അതുപോലെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ ലാസ്റ്റ് ഇത് വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് മാറും. അതുപോലെ നെക്സ്റ്റ് ഫിഫ്ത് വൺ, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗശേഷം വൃത്തിയായി നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റിപ്പയർ ചെയ്തിട്ടില്ല, മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറാം. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ആ സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ എവിടെയാണോ നമ്മൾ കൊണ്ടുപോയി കളയാൻ അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പോകുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സ്പില്ലേജ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് പിന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതൊക്കെയായിരുന്നു? blood and fluids. Okay, blood and body fluids. Okay, then chemicals, sharps, radioactive materials, പിന്നെ organic materials and other dangerous materials. other dangerous materials ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? mercury and lead. Okay, mercury and lead. Okay. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ഇത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ പഠിച്ചല്ലോ ഏതൊക്കെയാണെന്ന്. അതിലെ ഫസ്റ്റ് വൺ ആയ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. Blood and body fluids leakage waste can cause infectious diseases and proper management is pivotal. Okay, ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് മൂലം പലതരം അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇൻഫെക്ഷ്യസ് ഡിസീസസിന് കാരണമാകുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഡിസീസസ്? നമ്മൾ 2 ഡിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണത്? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി തുടങ്ങിയ അസുഖങ്ങൾ ഇത്തരം എന്താണ് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ് ബ്ലഡിന്റെ ലീക്കേജ് മൂലം നമുക്ക് വരാം അല്ലേ. അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് എന്താണ് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Okay, a body fluid as any fluid found in, produced by or excreted from the human body. Okay, ഈ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നതോ ശരീരത്തിൽ കാണപ്പെടുന്നതോ ആയ ഇത്തരം ഫ്ലൂയിഡിനെയാണ് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സ്? ഏതൊക്കെയാണ്? ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, cerebrospinal fluid, semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, bile, digestive juices, vomit and pus. Okay, അപ്പോൾ ബ്ലഡും പിന്നെ ബോഡി ഫ്ലൂയിഡ്സിന്റെയും ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, അതാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ ആ സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാ ബോഡി ഫ്ലൂയിഡ്സ് അതിൽ പറഞ്ഞിരിക്കുന്നത്? യൂറിൻ, സെമൻ, സലൈവ, ടിയേഴ്സ്, ബിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്സ് ആൻഡ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. കാരുണ്യം മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ധാരാളം ഇതേപോലത്തുള്ള ബോഡി ഫ്ലൂയിഡ്സിന് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്ക്രീറ്റ് ചെയ്യുന്നതും ശരീരത്തിൽ കാണപ്പെടുന്നതുമായ ധാരാളം ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്. ഇത് നമുക്ക് കോമൺ ആയിട്ട് ഫെമിലിയർ ആണ്, അല്ലെ, അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ദെൻ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, അറിയാത്തതുണ്ടോ? ഏതാണ് കാരുണ്യ? അറിയാമല്ലോ എന്ന് ചോദിച്ചോ.
ഓക്കെ ഓക്കെ ഓക്കെ. ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, ഇത്രയും നമ്മൾ എന്താണ് ഫെമിലിയർ ആണ് ഈ വേർഡ്സ് ഒക്കെ. ദെൻ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഓർ CSF. എന്താണ് CSF? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിനിലുള്ള തലയ്ക്കകത്തുണ്ടാവുന്ന വെള്ളം ചോറിനകത്തും സ്പൈനൽ കോഡിലും കാണപ്പെടുന്നു. നമ്മുടെ ബ്രെയിനിനും അതിൽ സ്പൈനൽ കോഡിനും ഇടയിൽ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ആണ് CSF അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അപ്പൊ CSF എന്ന് പറയുന്നത് ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ്. ഇതാണ് നമ്മളെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് CSF അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നോട്ട്സ് വേണ്ടവർ എഴുതിക്കോളൂ. CSF എന്താണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് എ ക്ലിയർ. അപ്പൊ എന്താ CSF എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെയും എന്താണ് സ്പൈനൽ കോഡിന്റെയും ഉള്ളിൽ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. ഈ ഫ്ലൂയിഡ് ആണ് നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ CSF എന്താണ്? CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് എ ക്ലിയർ കളർലെസ് ലിക്വിഡ്. ക്ലിയർ കളർലെസ് ലിക്വിഡ്. ഒന്നും കൂടെ പറയാം മിസ്സേ. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് എ ക്ലിയർ colorless liquid that surrounds and cushions the brain, that surrounds and cushions the brain and spinal cord, the brain and spinal cord. കിട്ടിയോ? നോട്ട് ചെയ്തോ? എന്താ CSF? Cerebrospinal fluid is a clear colorless liquid that surrounds and cushions the brain and spinal cord. നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡ് ആണ് നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ഏതാണ്? സെറിബ്രോസ്പൈനൽ ബിയേഴ്സ് എന്ന് പറയുന്നില്ല, അതെന്താ? ചിലപ്പോ മിസ്റ്റേക്ക് ആയിരിക്കാടോ. ആർക്കെങ്കിലും അറിയോ ബിയേഴ്സ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് കേട്ടിട്ടുണ്ടോ? എന്തോ ഓക്കെ, അത് ഓക്കെ. നെക്സ്റ്റ് ഏതാ? സെമൻ. എന്താ സെമൻ? സ്പേം, ബീജം. ഓക്കെ, എഴുതിക്കോളൂ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, മെയിൽ സെമൻ എന്ന് പറഞ്ഞ എന്താ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. സെമൻ എന്താ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. നോട്ട് ചെയ്തോ? ഓക്കെ, സെമൻ എന്താ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. ദെൻ കിട്ടിയില്ലേ? നോട്ട് ചെയ്തില്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ എന്താ? നെക്സ്റ്റ് ബോഡി ഫ്ലൂയിഡ് ഏതാ? ഫ്ലൂയിഡ് എന്താ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. ഓക്കെ, ഡിസ്ചാർജ് അഡൽട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ വജൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് in adult woman, discharge of fluid in adult woman, commonly known as vaginal discharge. Commonly known as vaginal discharge. Discharge of fluid in adult woman, commonly known as വജൈനൽ ഡിസ്ചാർജ്. ഒരു അഡൾട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ വജൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാ? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ അസ്ന. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണ്? പ്രഗ്നന്റ് ആയ സ്ത്രീകളിൽ നിന്നും ആ ബേബീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ വോമിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് എന്ത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, അതെല്ലാവർക്കും അറിയാലോ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണ്? നമ്മുടെ ബേബീസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, amniotic fluid is the liquid. Amniotic fluid is the liquid that surrounds and protects the baby in the womb. That surrounds and protects the baby in the womb. Note ചെയ്തോ? ഓക്കെ, എന്താണ് അപ്പൊ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്? എന്താണ്? നമ്മുടെ ബേബീസിനെ പ്രഗ്നൻസി ടൈമിൽ ബേബീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്? CSF എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു? സെമൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ വജൈനൽ ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞു. ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പറഞ്ഞു. ഓക്കെ, എന്തായിരുന്നു CSF? എന്തായിരുന്നു CSF? അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. കളർലെസ് സറൗണ്ട് ഷിഫാന എന്താണ്? ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ്. അത് ഇഞ്ചുറീസിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബ്രെയിനിന് ഉണ്ടാകുന്ന ഇഞ്ചുറീസിൽ നിന്നും ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ദെൻ സെമൻ എന്തായിരുന്നു? ഷഹന ഓർ സബ്ന? സെമൻ എന്തായിരുന്നു? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ്. ദെൻ വജൈനൽ ഫ്ലൂയിഡ്. അനുശ്രീ, വജൈനൽ ഫ്ലൂയിഡ് എന്തായിരുന്നു? മാം, ഒരു അഡൾട്ട് വുമന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ഫ്ലൂയിഡിനാണ് അഡൾട്ട് വെജനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. വജൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡൾട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്തായിരുന്നു? അമ്നിയോട്ടിക് പ്രഗ്നൻസി ടൈമില് ബേബീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. നെക്സ്റ്റ് വൺ ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, പ്ലൂറൽ ഫ്ലൂയിഡ് എന്താ? പ്ലൂറൽ ഫ്ലൂയിഡ് എന്താ? ലങ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡ്. ഓക്കെ. അപ്പൊ പ്ലൂറൽ ഫ്ലൂയിഡ് എന്താണ്? നമ്മുടെ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഇടയിലുള്ള ഒരു തിൻ ആയിട്ടുള്ള പാർട്ട് ഉണ്ട്. ആ പാർട്ടിനെയാണ് നമ്മൾ പ്ലൂര എന്ന് പറയുന്നത്. ആ പ്ലൂരയിൽ കാണപ്പെടുന്ന ലിക്വിഡ് ആണ് പ്ലൂറൽ ലിക്വിഡ്. ഓക്കെ, ക്ലിയർ ആണോ? പ്ലൂറൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്ലൂറൽ ലിക്വിഡ്. അതായത് ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഇടയിലുള്ള ഒരു പാർട്ടാണ് പ്ലൂര എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലൂരയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. അത് നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ബ്രീത്തിങ് ടൈമില് എന്താണ്? ഈ ചെസ്റ്റിന്റെയും ലങ്സിന്റെയും വോൾസിനുണ്ടാകുന്ന ഫ്രിക്ഷൻ കുറക്കാനായിട്ട് ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രീത്തിങ് ടൈമില് ചെസ്റ്റിന്റെയും ലങ്സിന്റെയും വോൾസിനുണ്ടാകാൻ സാധ്യതയുള്ള ഫ്രിക്ഷൻ കുറക്കാനായിട്ട് ഇത്തരം ഫ്ലൂയിഡ്, ഈ പ്ലൂറൽ ഫ്ലൂയിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? എന്താണ് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് ക്ലിയർ ആണോ? ഓക്കെ, നോട്ട് ചെയ്തോളൂ. Pleural fluid is a lubricating liquid. Pleural fluid is a lubricating liquid. Lubricating liquid found between pleural fluid is a lubricating liquid found between the layers of the pleura. Between the layers of the pleura. Okay, pleural fluid is a lubricating liquid found between the layers of the pleura. The thin membranes, membranes, thin membranes that line the lungs and chest cavity.
that lines the lungs and chest cavity. Which helps to reduce friction during breathing. Which helps to reduce friction during breathing. അപ്പോൾ പ്ലൂറൽ ഫ്ലൂയിഡ് എന്താണ്? നോട്ട് ചെയ്തോ? Once more. Okay. Pleural fluid is a lubricating liquid found between the layers of the pleura. The thin membranes that line the lungs and chest cavity. The thin membranes that line the lungs and chest cavity. Which helps to reduce The thin membrane. എന്തോ? The thin membrane. The thin membranes that line the lungs and chest cavity. Which helps to reduce friction during breathing. അതായത് ബ്രീത്തിങ്ങിന്റെ ടൈമിൽ ഉണ്ടാകാവുന്ന ഈ ചെസ്റ്റിന്റെയും ലങ്സിന്റെയും വോളുകളിൽ ഉണ്ടാകാവുന്ന ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ക്ലിയർ ആണോ? ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഇടയിലുള്ള ഒരു തിൻ പാർട്ടാണ് എന്ത്? പ്ലൂറ എന്ന് പറയുന്നത്. ഈ പ്ലൂരയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഈ പ്ലൂറൽ ഫ്ലൂയിഡ് നമ്മൾ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബ്രീത്തിങ് ടൈമിൽ ഉണ്ടാകാവുന്ന ഫ്രിക്ഷൻസ്, ഈ ചെസ്റ്റിന്റെയും ലങ്സിന്റെയും വോളുകളിൽ ഉണ്ടായേക്കാവുന്ന ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ പ്ലൂറൽ ഫ്ലൂയിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? Then പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്താണ്? പെരിറ്റോണിയൽ ഫ്ലൂയിഡ് അബ്ഡമനിലെ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്ത ഒരു പെരിറ്റോണിയൽ ലെയർ ഉണ്ട്, അതിലുള്ള ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ക്യാവിറ്റി ഉണ്ട്, ഒരു പെരിറ്റോണിയൽ അറയുണ്ട് അല്ലെ, അതിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അബ്ഡമന്റെ താഴെയുള്ള അബ്ഡമനുള്ളിലുള്ള ഒരു അറയുണ്ട്, അതാണ് ക്യാവിറ്റി, ഒരു അറയുണ്ട്, അതിനെയാണ് പെരിറ്റോണിയൽ അറ എന്ന് പറയുന്നത്. അപ്പൊ ഈ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ക്ലിയർ ആണോ? അതായത് ഉദരാശയത്തിനുള്ളിലെ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. നോട്ട് ചെയ്തോളൂ. പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഈസ് എ ക്ലിയർ ആൻഡ് വാട്ടറി ഫ്ലൂയിഡ്. ക്ലിയർ ആൻഡ് വാട്ടറി ഫ്ലൂയിഡ് that fills the peritoneal cavity. That fills the peritoneal cavity. Peritoneal fluid is a clear and watery fluid that fills the peritoneal cavity, which is the space within the abdomen. Which is the space within the abdomen. ക്ലിയർ ആണോ? ഉദരാശയത്തിനുള്ളിലെ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. പറയാം. പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഈസ് എ ക്ലിയർ ആൻഡ് വാട്ടറി ഫ്ലൂയിഡ്. അർപ്പിത എഴുതിക്കോളൂ. പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഈസ് എ ക്ലിയർ ആൻഡ് വാട്ടറി ഫ്ലൂയിഡ് that fills the peritoneal cavity, which is the space within the abdomen. കിട്ടിയോ അർപ്പിത? Okay, miss. ഓക്കെ. നെക്സ്റ്റ് വൺ ഏതാ?
ബൈൽ എന്താ? ബൈൽ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന. പിത്തം എന്ന് കേട്ടിട്ടില്ലേ? പിത്തം, ലിവർ സെക്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് എന്ത്? ബൈൽ എന്ന് പറയുന്നത്. പിത്തം എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാണ്? ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഏതൊക്കെയാണ് ഡൈജസ്റ്റീവ് ജ്യൂസസ്, അല്ലെങ്കിൽ എന്താണ് ഡൈജസ്റ്റീവ് ജ്യൂസസ്? ദഹിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ഡൈജഷൻ. ഫുഡ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ഫ്ലൂയിഡുകൾ ഉണ്ട്, ലിക്വിഡുകൾ ഉണ്ട്. ഏതൊക്കെയാണത്? സലൈവ. സലൈവ. ഓക്കെ, നമ്മുടെ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫുഡ് മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ എവിടെയാണ്? സലൈവ. ഓക്കെ, പിന്നെ ഏതാണ്? സ്റ്റൊമക്കില് എന്താ പറയുക, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, സലൈവ പോലുള്ള ധാരാളം ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ട്. അത് നമ്മുടെ എന്തിന്? ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് എന്താണ് ഇത്തരം ഡൈജസ്റ്റീവ് ജ്യൂസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഡൈജസ്റ്റീവ് ജ്യൂസസ്? നോട്ട് ചെയ്തോളൂ. ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ ലിക്വിഡ്സ്. Digestive juices are liquids produced by organs like digestive juices are liquids produced by organs like the stomach and pancreas. That help break down food during digestion. ടൈമിൽ എന്താണ് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇത്തരം ഡൈജസ്റ്റീവ് ജ്യൂസസുകൾ, സലൈവ, ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസിനെയാണ്. ഓക്കെ, അതും ഒരു ബോഡി ഫ്ലൂയിഡ് ആണ്. ക്ലിയർ ആണ്? മാം ഒന്നുകൂടി പറയാ. ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ ലിക്വിഡ്സ്. ആൻമോൾ എഴുതിക്കോളൂ. ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ ലിക്വിഡ്സ് produced by organs like the stomach and pancreas. That help break down food during digestion. ഓക്കെ, ആൻമോൾ. ഓക്കെ, നോട്ട് ചെയ്തു എല്ലാവരും? ഓക്കെ, പിന്നെ എന്താണ്? പിന്നെ വേറെ ബോഡി ഫ്ലൂയിഡ്സ് ഏതാണ്? വൊമിറ്റ് ആൻഡ് പസ്. എന്താണെന്നറിയാലോ? വൊമിറ്റ് എന്താണെന്ന് അറിയാം അല്ലെ? പസ് എന്താ? തിക്ക് യെല്ലോയിഷ് ആയിട്ടുള്ള ലിക്വിഡ് ആണ് അല്ലെ? മുറിവിൽ നിന്നൊക്കെ വരുന്ന തിക്ക് യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് പസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ബോഡിയിൽ ഏതൊക്കെയാണ് കാണപ്പെടുന്ന ബോഡി ഫ്ലൂയിഡ്സ് എന്ന് മനസ്സിലായോ? ഏതൊക്കെയായിരുന്നു? ഷിഫാന, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ബോഡി ഫ്ലൂയിഡ്സ്? ഏതൊക്കെയാ? ബ്ലഡ്, പിന്നെ ഡൈജസ്റ്റീവ് ജ്യൂസ്, വജൈനൽ ഡിസ്ചാർജ്, സെമൻ, പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, CSF, പ്ലൂറൽ ഫ്ലൂയിഡ്. എന്തോ? പ്ലൂറൽ ഫ്ലൂയിഡ്. പിന്നെ അബ്ഡോമിനല് കാണപ്പെടുന്ന പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ബ്രസ്റ്റ് മിൽക്ക്. ഇതെല്ലാം എന്താണ്? ബോഡിയിൽ കാണപ്പെടുന്നു. ഷിഫാന മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇത്തരം ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്താണ്? ബോഡിയിൽ കാണപ്പെടുന്നതോ അല്ലെങ്കിൽ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ബോഡി എക്സ്ക്രീറ്റ് ചെയ്യുന്നതോ ആണ്, പുറന്തള്ളുന്നതോ ആയിട്ടുള്ള ധാരാളം ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇത്തരം ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്
ശ്രദ്ധിക്കേണ്ടത് അല്ലെ? ബ്ലഡിന്റെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് സംഭവിക്കുന്നത്? ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫ് ആയിക്കോട്ടെ, പേഷ്യൻസ് ആയിക്കോട്ടെ, പലതരം ഡിസീസ്, ഇൻഫെക്ഷസ് ഡിസീസസ് വരാനായിട്ട് കാരണമാകുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്കും പലതരം അസുഖങ്ങൾ വരാം. ഓക്കെ, അപ്പോ ഇത്തരം ഒരു ലീക്കേജ് ഉണ്ടായാൽ അതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതും ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടതും ഡിസ്പോസ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത്തരം ഒരു സ്പില്ലേജ് ഉണ്ടായാൽ മാനേജ് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നോക്കാം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എന്താണ് പറയുന്നത്? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യണം. എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ? ഒരു വർക്ക് പ്ലേസിലോ ചിലപ്പോൾ എന്താണ് ഇഞ്ചുറീസ് ഉണ്ടാവാം, ഡിസീസസ് വരാം അല്ലെ? അതിൽ നിന്ന് അതിന്റെയൊക്കെ റിസ്കിന്റെ സാധ്യത കുറയ്ക്കാനായിട്ട്, അതുമൂലം ഉണ്ടാകുന്ന റിസ്കുകൾ കുറയ്ക്കാനായിട്ട് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ വെയർ ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ വെയർ മീൻസ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ PPE എന്ന് പറയുന്നത്. എന്താ PPE? PPE എന്താ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ, ഏതൊക്കെയാ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? എന്തൊക്കെയാണ്? മാസ്ക് വരാം. ഓക്കെ, ഗ്ലൗസ് ആൻഡ് ഗൗൺസ്. ഗ്ലൗസ് ആൻഡ് ഗൗൺസ്. ഫേസ് ഷീൽഡ് വരാം. ഗോഗിൾസ് വരാം. ഓക്കെ, ഗോഗിൾസ് വരാം. പിന്നെന്താണ്? അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് PPE ഉണ്ട്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉണ്ട്. എന്തിനു വേണ്ടി അത് യൂസ് ചെയ്യുന്നത്? ആ ഇഞ്ചുറീസ് കുറയ്ക്കാനായിട്ട്, അതുമൂലം ഉണ്ടായേക്കാവുന്ന ഒരു സ്പില്ലേജ് മൂലം ഉണ്ടായേക്കാവുന്ന ഡിസീസസുകളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം PPE വെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ PPE പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പേഴ്സണൽ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. എല്ലാ ഉദ്യോഗസ്ഥരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫും ഈ PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? സച്ചാസ് ഗ്ലൗസ് വരാം, ഗൗൺസ് ആൻഡ് ഫേസ് ഷീൽഡ്. ഓക്കെ, ധാരാളം PPE ഉണ്ടെന്ന് പറഞ്ഞതിൽ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഗ്ലൗസ് വരാം, ഗൗൺസ് വരാം, ഫേസ് ഷീൽഡ് വരാം. ബിഫോർ അപ്രോച്ചിങ് ദ സ്പില്ലേജ് ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ലിക്വിഡ്. അപ്പൊ ലിക്വിഡുമായിട്ട് അല്ലെങ്കിൽ സ്പില്ലേജുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യാനായിട്ട്, അത്തരം ലീക്കേജിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ PPE പോലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫും വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അപ്പോൾ ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് എന്താണ്? PPE വെയർ ചെയ്യണം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് PPE വെയർ ചെയ്യണം. നെക്സ്റ്റ് വൺ എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. എന്താണ് കണ്ടെയ്ൻ ദ സ്പില്ലിൽ പറയുന്നത്? എന്താ കണ്ടെയ്ൻ ദ സ്പിൽ? ആ സ്പിൽ, ആ ലീക്കേജ് എന്താണ്, അല്ലെങ്കിൽ ആ വേസ്റ്റ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യാതെ നമ്മൾക്ക് കൺട്രോളിലാക്കണം അല്ലേ? സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ തടഞ്ഞു നിർത്തണം. അതിനെന്തൊക്കെ യൂസ് ചെയ്യാം? അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം അല്ലെ? അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറയും. ഈ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ വൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത് തടയുകയോ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നോക്കാം. കണ്ടെയ്ൻ ദ സ്പിൽ. യൂസ് അബ്സോർബൻ മെറ്റീരിയൽസ് സച്ച് ആസ് പേപ്പർ, towels or absorbent pads. Contain the spill and stop it from spreading. If there any glass pieces present, more precaution should be taken. Okay, അപ്പൊ എന്താ contain the spill പറയുന്നത്? എന്താ? അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത്, അതായത് എന്താണ്, ടിഷ്യൂസ് ആയിരിക്കാം, പേപ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അബ്സോർബൻ പാഡ്സ് ആയിരിക്കാം. ഇവ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്പില്ലിനെ കണ്ടെയ്ൻ ചെയ്യണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണം, പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? അതിനുശേഷം ഈ അബ്സോർബൻ മെറ്റീരിയൽസ് ഓൾറെഡി അതിന് ടച്ച്ഡ് ആയി അല്ലെ, കോണ്ടാക്റ്റിൽ വന്നു. അപ്പൊ ഇത്തരം നമ്മൾ യൂസ് ചെയ്ത ഈ എല്ലാ അബ്സോർബൻ മെറ്റീരിയൽസും നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ക്ലിയർ ആകുന്നുണ്ടോ? പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത്തരം അബ്സോർബൻ മെറ്റീരിയൽസിനെ ഡിസ്പോസ് ചെയ്യാൻ. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. നമ്മൾ PPE പോലുള്ള ഡിവൈസസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു? കണ്ടെയ്ൻ ദ സ്പിൽ. ആ സ്പില്ല് സ്പ്രെഡ് ആകാതെ നമുക്ക് എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം? ഓക്കെ, നമുക്ക് ഈ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം.
പേപ്പർ, ടിഷ്യൂ, സ്പഞ്ചസ് അല്ലെങ്കിൽ എന്താണ് അബ്സോർബൻ പാഡ്സ് പോലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ കൺട്രോളിൽ കൊണ്ടുവരാം. അതിനുശേഷം ഈ അബ്സോർബൻ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, ലേബിൾഡ് ചെയ്തിട്ടുള്ള ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇത്തരം അബ്സോർബൻ മെറ്റീരിയൽസിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ഡിസ്ഇൻഫെക്ട് ദ ഏരിയ. ഓക്കെ, ആ ഏരിയ എങ്ങനെ ഡിസ്ഇൻഫെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്പില്ലായ ആ ഏരിയ എങ്ങനെ അണുവിമുക്തമാക്കാം? ഓക്കെ, എങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടത്? ആൻഡ് adequate elevation of both gram-positive and gram-negative bacteria using 1% hypochlorite solution. Okay, note ചെയ്തോളൂ, 1% hypochlorite solution in case of blood and body fluid samples. Okay, use a disinfectant solution to cleanse the affected area completely using APT solution. Abide by the manufacturer's directives for the proper concentration and contact time of the disinfectant. Okay, അപ്പൊ നമ്മൾ ഈ അണുവിമുക്തമാക്കാനായിട്ട് ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ ആ സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സർഫസ് ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, ഏത് സൊല്യൂഷൻ ആണ്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ്. എന്താ അത്? അതായത് ഗ്രാം സ്റ്റെയിൻ. ഓക്കെ, ബാക്ടീരിയൽ സ്പീഷീസുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആണ് എന്ത്? ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ടീരിയൽ സ്പീഷീസുകളെ തിരിച്ചറിയുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ് ഈ ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഈ ഗ്രാം സ്റ്റെയിന് ശേഷം ഈ ബാക്ടീരിയാസ് എങ്ങനെ ചേഞ്ച് ആവും? 2 സെറ്റ് ഓഫ് കളേഴ്സിലോട്ട് ചേഞ്ച് ആകും. ഓക്കെ, ഫസ്റ്റ് സെറ്റ് ഏതാണ്? ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറിലോട്ട് മാറും. ഓക്കെ, ഈ ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറിലോട്ട് മാറുന്ന ബാക്ടീരിയാസ് ആയിരിക്കും ഏത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ്. ക്ലിയർ ആണോ? ഗ്രാം സ്റ്റെയിനിന് ശേഷം ഈ ബാക്ടീരിയാസ് പലതരം കെമിക്കൽസ് അനാലിസിസ് ഒക്കെ ഉണ്ടാവും. ആ പ്രൊസീജിയേഴ്സിന് ശേഷം ഇത്തരം ബാക്ടീരിയാസ് ഡിഫറെന്റ് കളേഴ്സിലോട്ട് ചേഞ്ച് ആകും. ഓക്കെ, അപ്പോ ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറിലോട്ട് ചേഞ്ച് ആവുന്ന ബാക്ടീരിയാസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആയിരിക്കും. ക്ലിയർ ആണോ? പിന്നെന്താണ്? പിങ്ക് ഓർ റെഡ്. പിങ്കിലോട്ടോ അല്ലെങ്കിൽ റെഡിലോട്ടോ ചേഞ്ച് ആവുന്ന ബാക്ടീരിയാസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് എന്താണ്? ഈ ബാക്ടീരിയാസ് ഗ്രാം സ്റ്റെയിൻ എന്ന പ്രോസസ്സിന് ശേഷം ബാക്ടീരിയാസ് ഡിഫറെന്റ് കളേഴ്സിലോട്ട് ചേഞ്ച് ആകും. ഓക്കെ, ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറിലോട്ടാണ് ചേഞ്ച് ആകുന്നതെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആയിരിക്കും. ഓക്കെ, ദെൻ റെഡ് ഓർ പിങ്ക് കളറിലോട്ടാണ് ചേഞ്ച് ആകുന്നതെങ്കിൽ അത് എങ്ങനെയുള്ള ബാക്ടീരിയാസ് ആണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രാം പോസിറ്റീവ്സിനും ഗ്രാം നെഗറ്റീവ്സിനും 2 എക്സാമ്പിൾ പറയാം. ക്ലോസ്ട്രീഡിയം, ആക്ടിനോമൈസിസ്, നോക്കാർഡിയ പോലുള്ള ബാക്ടീരിയാസ് ഏതാണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് ആണ്. ഓക്കെ, പിന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഉണ്ട്. ഈ കോളി, വിബ്രിയോ, കോളറ മുതലായവ എന്താണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിന് എക്സാമ്പിൾസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ ഒരു ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ ഏത് സൊല്യൂഷൻ യൂസ് ചെയ്ത് വേണം നമ്മൾ ആ ഏരിയ സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? പിന്നെന്താണ്? ഈ അബ്സോർബൻ മെറ്റീരിയൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൊല്യൂഷൻ ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഈ മാനുഫാക്ചറേഴ്സിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ പാലിച്ചായിരിക്കണം ഇത്തരം ഡിവൈസസ് അല്ലെങ്കിൽ ഇത്തരം മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് ഇത്തരം ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് എന്താണ്? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യണം അല്ലെ? PPE വെയർ ചെയ്യണം. ഗ്ലൗസ്, ഫേസ് ഷീൽഡ്, ഗൗൺസ് പോലുള്ള
PP ഈ വേറെ ചെയ്യണം. പിന്നെന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ, സ്പില്ലിനെ എങ്ങനെ കൺട്രോളിലാക്കണം. ഓക്കെ, എങ്ങനെയാണ് കൺട്രോളിലാക്കണം? ഫ്രം സ്പ്രെഡിങ്, സ്പ്രെഡ് ചെയ്യാതെ എങ്ങനെ പ്രിവെന്റ് ചെയ്യണം? നമുക്ക് ഈ അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പ്രിവെന്റ് ചെയ്യാം. അബ്സോർബൻ മെറ്റീരിയൽസ് ഏതൊക്കെയാ വരുന്നത്? ടിഷ്യൂ വരാം, സ്പഞ്ച്, പേപ്പേഴ്സ്, അബ്സോർബൻ പാഡ്സ്. ഓക്കെ, ഇത് യൂസ് ചെയ്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, പ്രിവെന്റ് ചെയ്തതിന് ശേഷം ഇത്തരം അബ്സോർബൻ മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും. ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ വേണം ഇത്തരം അബ്സോർബൻ മെറ്റീരിയൽസിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ. ഓക്കെ, ഇനി എങ്ങനെയാ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യണം അല്ലെങ്കിൽ അണുവിമുക്തമാക്കണം? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് വേണം ആ ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായ ആ സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഈ 3 പോയിന്റ് ക്ലിയർ ആണോ? മാം, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ് ഒക്കെ എക്സാമിന് വരുമോ? ഇല്ലില്ല. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് എന്തായിരുന്നു? ഗ്രാം സ്റ്റെയിന് ശേഷം എന്താണ്? സ്പീഷീസുകളെ ബാക്ടീരിയൽ സ്പീഷീസുകളെ തിരിച്ചറിയുന്ന ഒരു പ്രോസസ് ആണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബാക്ടീരിയാസിനെ അവർ പലതരം അനാലിസിസിന് ശേഷം പലതരം പ്രൊസീജിയേഴ്സിന് ശേഷം ഈ ബാക്ടീരിയാസ് ഡിഫറെന്റ് കളേഴ്സിലോട്ട് ചേഞ്ച് ആകും. ലാസ്റ്റ് പോയിന്റ്, അത് ഏത് പോയിന്റാ? ഡിസിൻഫെക്റ്റ് ആണോ? ഓക്കെ, പറയാട്ടോ. അപ്പോ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഡിഫറെന്റ് കളേഴ്സിലോട്ട് അവർ ചേഞ്ച് ആവും. ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളർ ആണെങ്കിൽ അത് ഏത് ബാക്ടീരിയാസ് ആയിരിക്കും? കാരുണ്യ, ബ്ലൂ ഓർ പർപ്പിൾ ഏത് കളറിലുള്ള ആ കളറിലുള്ള ബാക്ടീരിയ? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ അത് ഗ്രാം പോസിറ്റീവ് ആണ്. പിങ്കോ റെഡ് ആണെങ്കിൽ അത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആയിരിക്കും. ഓക്കെ, ദെൻ എന്താ? ഡിസിൻഫെക്ട് ദ ഏരിയ. അതിലെന്താ പറയുന്നത്? ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ എങ്ങനെ ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യണം, അതായത് അണുവിമുക്തമാക്കണം. എങ്ങനെയാണ്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് വേണം ആ ഏരിയ അല്ലെങ്കിൽ ആ സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ആർക്കായിരുന്നു ഡൗട്ട്? ക്ലിയർ ആണോ? ആ, പിന്നെന്താ പറയുന്നത്? Then the area should be made clean using water and general purpose detergent. Okay, Sheena. General purpose detergent allowed to air dry. Okay, 1% hypochlorite solution use ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? എന്താ ചെയ്യേണ്ടത്? വാട്ടർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ജനറൽ പർപ്പസ് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റ് യൂസ് ചെയ്തോ ആ ഏരിയ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ എങ്ങനെയായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്, ആ സർഫസ് ക്ലീൻ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് വാട്ടർ യൂസ് ചെയ്തോ ഡിറ്റർജന്റ് യൂസ് ചെയ്തോ ആ ഏരിയ ക്ലീൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ്. All materials that come in touch with the blood and body fluid spills should be discarded as dangerous waste in labeled biohazard bags or container. അപ്പോൾ ഇതുമായിട്ട് ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും, ഓക്കെ, ഇപ്പൊ നമ്മളറിയാം ബ്ലഡ് വന്നാൽ നമ്മൾ ആ ഭാഗത്തെ ബ്ലഡ് എന്ത് ചെയ്യും? കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്തെടുക്കും. ഓക്കെ, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഡ്രസ്സസ് ഉണ്ടാവാം അല്ലെ? ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ഡ്രസ്സ് നമ്മൾ റിമൂവ് ചെയ്യും അല്ലെ? ഡിസ്പോസ് ചെയ്യും. അപ്പൊ ഇത്തരം ഡിസ്പോസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത ബയോഹസാർഡ് എന്ന അല്ലെങ്കിൽ ഡേഞ്ചർ എന്ന് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇത്തരം എല്ലാ മെറ്റീരിയൽസിനെയും ഡിസ്പോസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും, അബ്സോർബൻ മെറ്റീരിയൽസ് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബിൾഡ് ചെയ്ത ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. ഹാൻഡ് ഹൈജീൻ മസ്റ്റ് ആണ്. പിന്നെന്താണ്? നമ്മൾ പറഞ്ഞു ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ ആ സർഫസ് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ soft furnishings, okay, soft furnishings may be damaged by disinfectant products such as sodium hypochlorite. It is suggested that
polluted, soft furnishings and carpets unable to endure chemical disinfection should be made clean using hot water and a detergent or steam cleaned. അപ്പോൾ ആ സർഫസ് നമ്മൾ 1% ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പൊ ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാകുമല്ലോ ആ റൂമില്, അല്ലെങ്കിൽ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന സോഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവാം, കാർപ്പറ്റ് ആവാം, അല്ലെങ്കിൽ കട്ടൺസ് ആകാം, വാട്ടെവർ ഇറ്റ്സ്. നമ്മൾ അതിനെ എങ്ങനെയാണ് ഇത്തരം കെമിക്കൽസ് സർവൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത്തരം മെറ്റീരിയൽസിന് ഇല്ല. ഓക്കെ, അപ്പൊ ഇത്തരം സോഫ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? നമുക്ക് ഡിറ്റർജന്റോ ഹോട്ട് വാട്ടറോ യൂസ് ചെയ്ത് എന്താണ് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീംഡ് ക്ലീനിങ് അലൗഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ക്ലീൻ ചെയ്യേണ്ടത് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടല്ല. എന്താണ്, ഹോട്ട് വാട്ടറോ അല്ലെങ്കിൽ ഡിറ്റർജന്റോ യൂസ് ചെയ്ത് നമുക്ക്, അല്ലെങ്കിൽ സ്റ്റീമിംഗ് മെത്തേഡും ഫോളോ ചെയ്യാവുന്നതാണ്. ഇത്തരം മെത്തേഡ്സിലൂടെ ആയിരിക്കണം ഇത്തരം സോഫ്റ്റ് മെറ്റീരിയൽസിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ, എന്തോ സോഫ്റ്റ് ഫൺ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഏരിയയിൽ ബ്ലഡിന്റെയോ ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ്. പറയാം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് തുടങ്ങി. ഓക്കെ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ബ്ലഡുമായിട്ട് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും. ഓക്കെ, ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ബ്ലഡ് വരും അല്ലെ? ആ ബ്ലഡിനെ നമ്മളൊരു കോട്ടൺ യൂസ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കും. ആ കോട്ടൺ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, എവിടെയാണ്? ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം. ബയോഹസാർഡ് എന്ന് ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇത്തരം എല്ലാ മെറ്റീരിയൽസിനെയും ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആ സർഫസ് അല്ലെങ്കിൽ ആ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. ഈ സോഫ്റ്റ് മെറ്റീരിയൽസിനെ ഇത്തരം കെമിക്കൽസ് യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതിന് അത്തരം കെമിക്കൽസിനെ സർവൈവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മൾ അത്തരം സിറ്റുവേഷൻസിൽ എന്താ ചെയ്യേണ്ടത്? ഈ കാർപ്പറ്റ്, കർട്ടൻ പോലുള്ളത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? നമുക്ക് ഡിറ്റർജന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്യാം. ഓക്കെ, ഇത്തരം മെത്തേഡിലൂടെയാണ് ഈ സോഫ്റ്റ് മെറ്റീരിയൽസിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിച്ചത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബോഡി ഫ്ലൂയിഡ്സ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്? ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്? ഡൈജസ്റ്റീവ് ജ്യൂസ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, വജൈനൽ ഡിസ്ചാർജ്, സെമൻ, CSF. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ ഷിഫാന. അഞ്ജു പറയൂ, എന്തായിരുന്നു CSF? Is a clear and colorless liquid that surround and cushions the brain and spinal cord. അതായത് എന്താണ്? നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് എന്ത്? CSF. CSF അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അഞ്ജു, മ്യൂട്ട് ചെയ്തോളൂ. പിന്നെന്താണ് സെമൻ? എന്താണ് സെമൻ? സെമൻ എന്തായിരുന്നു? മെയിൽ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ് സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വജൈനൽ ഫ്ലൂയിഡ് എന്താ, അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? Discharge of fluid in the adult woman. അഡൽട്ട് വുമണിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന ഫ്ലൂയിഡിനെയാണ് വജൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആതിര കണ്ടിന്യൂ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താ ആതിര? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്
The surround amniotic fluid vagin and എന്തോ product. Amniotic amniotic fluid is the liquid that surround and protect the baby. നമ്മുടെ പ്രഗ്നൻസി ടൈമില് നമ്മുടെ ബേബീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് അല്ലെ, പ്രഗ്നൻസി ടൈമിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ ആതിര, ക്ലിയർ ആണോ? പ്ലീസ് മ്യൂട്ട് ചെയ്യൂ ആതിര. ദെൻ പ്ലൂറൽ ഫ്ലൂയിഡ് എന്താ? പ്ലൂറൽ ഫ്ലൂയിഡ് ആതിര, പ്ലൂറൽ ഫ്ലൂയിഡ് എന്താ? ഓക്കെ പറയൂ. ചെസ്റ്റിന്റെയും ഇടയിലുള്ള പാർട്ടാണ് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചെസ്റ്റിന്റെയും ലങ്സിന്റെയും ഇടയിലുള്ള പാർട്ടാണ്, തിന്നായിട്ടുള്ള ഒരു പാർട്ടാണ് പ്ലൂറ. പ്ലൂറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഫ്ലൂയിഡ്. അത് നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? Pleural fluid is the lubricative liquid found between layers of the pleura. അതിനെന്താ മനസ്സിലായി അതിലേക്ക്? ഈ പ്ലൂറൽ ഫ്ലൂയിഡ് നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ബ്രീത്തിങ്ങിന്റെ ടൈമില് ചെസ്റ്റിന്റെയും ലങ്സിന്റെയും വോൾസുകൾക്ക് ഉണ്ടായേക്കാവുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഈ പ്ലൂറൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ അതിര? ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്താ? പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്തായിരുന്നു? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. പ്രജിത, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. പ്രജിത എന്തോ? പെരിറ്റോണിയൽ അറയിലും കാണപ്പെടുന്ന ഫ്ലൂയിഡ്. ഓക്കെ, ആർക്കാ നോട്ട് വേണ്ടത്? ഏതിന്റെ നോട്ട് ചോദിച്ചത്? ആരായിരുന്നു? പ്രജിത കണ്ടിന്യൂ ചെയ്തോളൂ. എന്തായിരുന്നു? പ്ലൂറൽ ഫ്ലൂയിഡിന്റെ നോട്ട്സ് ഒന്നുകൂടി പറയാമോ? പ്ലൂറൽ ഫ്ലൂയിഡ് പറയാട്ടെ, വെയിറ്റ് ചെയ്യൂ. ഓക്കെ, പ്രജിത കണ്ടിന്യൂ ചെയ്തോളൂ. പ്രജിത. പെരിറ്റോണിയൽ അറയിലും കാണപ്പെടുന്ന ഫ്ലൂയിഡ്. പെരിറ്റോണിയൽ അറ, അതായത് ഉദരാശയത്തിനുള്ളിൽ കാണപ്പെടുന്ന ഒരു അറയാണ് പെരിറ്റോണിയൽ എന്ന് പറയുന്നത്. ഈ പെരിറ്റോണിയൽ അറയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ഓക്കെ, സംഗീതയ്ക്ക് പ്ലൂറൽ ഫ്ലൂയിഡിന് നോട്ടല്ലേ വേണ്ടത്? സംഗീത ഓക്കെ, എഴുതിക്കോളൂ. പ്ലൂറൽ ഫ്ലൂയിഡ് ഈസ് എ ലൂബ്രിക്കേറ്റിംഗ് ലിക്വിഡ്. Pleural fluid is a lubricating liquid found between the layers of the pleura. The layers of the pleura. The thin membranes that line the lungs and chest cavity. The lungs and chest cavity, which helps to reduce friction during breathing. Which helps to reduce friction. എന്തോ? താങ്ക് യു മാം, താങ്ക് യു മാം. നമ്മൾ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് പറഞ്ഞു അല്ലെ. പിന്നെന്തായിരുന്നു? ബൈല് പഠിച്ചു. ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്തായിരുന്നു? ഡൈജസ്റ്റീവ് ജ്യൂസസ് സംഗീത പറയൂ. ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്താ? A liquid produced by organs like the stomach and pancreas that helps break down food during the digestion. Digestion സമയത്ത് യൂസ് ആവുന്ന ലിക്വിഡ്സ് ആണ്. ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ആണ് ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സലൈവ പോലുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരം ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ ലീക്കേജ് ഉണ്ടായാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, അനുപമ പറയൂ. അനുപമ. നമ്മള് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെയർ ചെയ്യണം. വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്താണ്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഗൗൺസ്, ഫേസ് ഷീൽഡ്സ്, അങ്ങനത്തെ പിന്നെന്താണ്? പിന്നെ നമ്മൾ ഈ സ്പ്രെഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട്
അബ്സോർബന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. അതായത് പേപ്പർ ടവൽസ്, അബ്സോർബന്റ് പാഡ്സ് തുടങ്ങിയ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. എന്നിട്ട് ഈ മെറ്റീരിയൽസ് എവിടെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം? ഡിസ്പോസ് ചെയ്യേണ്ടത് നമ്മൾ ഒരു ബാഗിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ, ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് എങ്ങനെയാണ് ഏരിയ ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? നമ്മള് 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആയ സ്ഥലം വൃത്തിയാക്കാം, ക്ലീൻ ചെയ്യാം. ഓക്കെ, സോഫ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സോഫ്റ്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ എങ്ങനെ? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അവിടെ നമ്മള് വാട്ടറോ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മള് വാട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റേ വാട്ടറോ സ്റ്റീമിംഗ് ഡിറ്റർജന്റ് ക്ലീൻ ചെയ്യാം. പിന്നെന്താ പറയുന്നത്? പിന്നെ ഹാൻഡ് ഹൈജീൻ നമ്മൾ നടത്തണം. ഹാൻഡ് ഹൈജീൻ മസ്റ്റ് ആണ്. പിന്നെന്താണ്? എങ്ങനെയാ വേസ്റ്റുകൾ റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? വേസ്റ്റുകൾ നമ്മൾ ലേബൽ ചെയ്തിട്ടുള്ള ബയോ ഹസാർഡ് ബാഗ്സിലോ കണ്ടെയ്നറിലോ ഒക്കെ ഡിസ്കാർഡ് ചെയ്യാം. ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ബ്രെഡിന്റെയോ ഫ്ലൂയിഡിന്റെയോ ലീക്കേജ് ഉണ്ടായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും, ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസും ഡിസ്പോസ് ചെയ്യേണ്ടത് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം. അനുപമയ്ക്കാണ് ഏതാണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണോ പറയാൻ പറയുന്നത്? എഴുതിക്കോളൂ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് ദ ലിക്വിഡ് that surrounds and protects a baby, that surrounds and protects baby in the womb. കിട്ടിയോ? ഓക്കെ. ഇത് ഡിസ്പോസ് ചെയ്യുന്ന ബാഗിൽ എന്താ ടേബിൾ എന്തോ ഇത് ചോദിച്ചപ്പോഴാ ലേബിൾഡ് ചെയ്ത ഡേഞ്ചർ എന്നോ ബയോഹസാർഡ് എന്നോ ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കളർ കോഡിലുള്ള ബാഗുകൾ യൂസ് ചെയ്യാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് കളർ, അത് കുറച്ച് കോമൺ ആണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലെ? ബ്ലാക്ക് കളർ ബാഗ്സ് ഉണ്ട് അല്ലെ? കണ്ടെയ്നറോ ബാഗ് ഉണ്ട്. അതെന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ബ്ലാക്ക് കളറിലെ ബ്ലാക്ക് കളർ എന്തിനു വേണ്ടിയായിരിക്കാം? ബ്ലാക്ക് കളർ ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യാറില്ലേ? ഫുഡ് വേസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും നമ്മൾ വേസ്റ്റ് ഒക്കെ എവിടെയാ കളയുന്നത്? ബ്ലാക്ക് കളറുള്ള കണ്ടെയ്നറിലായിരിക്കില്ല, അല്ലെങ്കിൽ ബാഗിലായിരിക്കില്ലേ? ആരും കണ്ടിട്ടില്ല? അപ്പൊ ഡിഫറെന്റ് കളർ കോഡ്സിലുള്ള ബാഗുകൾ അവിടെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ച് കളേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്താണ്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഇതേപോലെ ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ മെർക്കുറിയുടെ ലീക്കേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. പിന്നെ ഏതാണ്? അതേപോലെ തന്നെ ഷാർപ്സിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ മൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Okay, bye. Thank you, ma'am.